ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അളിയന് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയല്ലേ? അളിയനിപ്പോ എന്താ വേണ്ട? ഈ ദേഷ്യം, ഈ മൂക്കിന്റെ തുമ്പത്തുണ്ടാകുന്ന കോപം, അതെന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയാം. അളിയൻ മദ്യപിച്ചിട്ട് മദ്യം തലയ്ക്ക് പിടിക്കുന്നില്ല അല്ലേ? അതെ, എന്നാ അതിനൊരു പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അളിയന് വേണ്ട സാധനം എന്റെ കയ്യിലുണ്ട്. എവിടെ? ഇവിടെ ഇല്ല, ഫുൾ സെറ്റപ്പേ അങ്ങ് വെളിയില്ല. അളിയൻ വന്നേ, അളിയന്റെ എല്ലാ മനപ്രയാസവും ഞാൻ മാറ്റിത്തരാം. സത്യമല്ലേ പറയുന്നത്? കള്ളം പറയാൻ എനിക്ക് അറിയില്ലല്ലോ. താങ്ക്സ് അളിയ. എങ്കിൽ വാ 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 വാ. അളിയ, എന്നെ അളിയൻ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അളിയനെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അളിയന്റെ മുഖം ഒന്ന് വാടിയാൽ അപ്പൊ അതെ എന്റെ ഇവിടെ ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങും. അതുകൊണ്ടാ ഞാനിത് സംഘടിപ്പിച്ചത്. അളിയ ഇരിക്കേ. അളിയൻ പെട്ടെന്ന് സാധനം എടുക്ക്. അല്ല, ഓരോന്നിനും അതിൻ്റെതായ താളമില്ലേ? ആദ്യം ഇതെന്താ? ടച്ചിങ്സ്. ഇതൊന്നും എനിക്ക് വേണ്ട. സാധനം ഉണ്ട് കിടക്കളിയ. മദ്യമുണ്ട്, പക്ഷേ അത് സീക്രട്ടാണ്. അളിയൻ ഞാനാണ് തന്നതെന്ന് വേറെ ആരോടും പറയാൻ പാടില്ല. ഞാൻ ആരോടും പറയില്ല. സാധനം ഉണ്ട് എടുക്ക്. എടുക്കാം. അതെ, ഇത് അളിയൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനമല്ല. ഇത് കുടിച്ച ഒരാളുടെയും തലയ്ക്ക് പിടിക്കാതിരിക്കില്ല. കുടിക്കുന്നവനെ ചെകുത്താനായിട്ട് മാറും. അവനെ വട്ടം കറക്കുന്ന മുതലാ. എടുക്ക്. ഇതാണ് ചെകുത്താൻ. അതെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അളിയൻ മദ്യം കിട്ടാതെ വിഷമിക്കില്ല. അളിയനെ ഞാൻ കുടിപ്പിച്ച് കിടത്തും. കഴിക്ക്. അയ്യോ അളിയ. അയ്യോ, അളിയൻ എന്ത് പരിപാടിയായി കാണിച്ചത്? താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഇത് കുടിക്കാൻ സൂര്യ വേറെ ലോക്കലല്ല. എനിക്ക് മദ്യപിക്കാനേ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിന് കൂടെ ഇരിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല. മനസ്സിലായോ? അളിയന് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കുടിക്കാൻ വരുന്നില്ലേ? മിണ്ടിപ്പോറ്. ആശിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അയാളുടെ ഒരു ലോക്കൽ സാധനം. എത്ര ദിവസം കുടിക്കേണ്ട സാധനമാണ്? അയ്യോ, അങ്കിൾ നേരത്തെ വന്നോ? അങ്കിൾ സത്യത്തിൽ എന്താ? ഒരുത്തരം നല്ലവനവനെ സമ്മതിക്കില്ല അല്ലേടാ? എന്റെ മകളുടെ ഭർത്താവായി പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇനി ഞാൻ ആവർത്തിക്കൂല, ഒരിക്കലും ആവർത്തിക്കൂല. കള്ള് വിളമ്പിയിട്ടല്ല അളിയനോട് സ്നേഹം കാണിക്കുന്നേ. എന്തിനാ സാർ ആ പാവത്തിന് ഇങ്ങനെ നശിപ്പിക്കുന്നേ? നശിപ്പിക്കൂല, ഒരിക്കലും നശിപ്പിക്കില്ല. ഇനി ആവർത്തിക്കില്ല അങ്കിൾ, ഇതും ആവർത്തിക്കല്ലേ. പല്ലുപോയി. സാർ, ഇനി എന്ത് ചെയ്യും? അവസരം കിട്ടിയാൽ ഇവിടെ ഉള്ളവർ തന്നെ സാറിന് മദ്യം വാങ്ങിച്ചു കൊടുക്കും. എന്തായാലും ഇതിങ്ങനെ അങ്ങ് അവസാനിച്ചല്ലോ. മദ്യത്തിന്റെ കാര്യത്തിൽ അവൻ അന്തസ്സ് നോക്കാൻ തോന്നിയത് നന്നായി. ഇനി മറ്റാരും അവന്റെ കാര്യത്തിൽ ഇടപെടാതെ ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ.
സാറിന്റെ മനസ്സിൽ നിന്ന് ആഗ്രഹം അങ്ങ് പോകുന്നില്ല. അത് എളുപ്പമല്ല, പക്ഷേ നിനക്കത് സാധിക്കും. എനിക്കത് ഉറപ്പാ.